ഒരു ബിയർ. ആരാടേ നീ? ഒരു സ്വാമി, 2 സ്വാമി, 3 സ്വാമി, 4 സ്വാമി, 5 സ്വാമി, 6 സ്വാമി. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, തിരുനെൽവേലി സിറ്റി. ഞാൻ പോലീസല്ല, നല്ല റൗഡിയാണ്. എന്താ മുളക് പൊടിയോ? എനിക്കൊന്നും വേണ്ട, നിങ്ങളുടെ മോളെ മാത്രം മതി, ഞാൻ നോക്കിക്കോളാം. സാറേ, 8 മണ്ഡലത്തിൽ 92 MLA-മാരെയും 16 MP-മാരെയും വെച്ചിട്ട് ഈ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന എന്നോടോ നീ എത്ര അഹങ്കാരിയാണ്? നാടിന് നന്മയുണ്ടാവുന്നെങ്കിൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതിനെത്ര പേരെ കൊല്ലേണ്ടി വന്നാലും അതൊരു തെറ്റല്ല. ധൈര്യമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യടാ. നിന്നെ അറസ്റ്റ് ചെയ്ത നാട്ടിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രശ്നമാണ്. നീ ചത്തുപോയെന്നറിഞ്ഞ ആ ത്യാഗത്തിന്റെ പേരും പറഞ്ഞ് വേറെ 10 പെരുമാളുമാരുണ്ടാകും. ഇപ്പൊ ഈ തിരുനെൽവേലി മുഴുവനും നീ എങ്ങോട്ടോ ഓടിപ്പോയെന്നാ വിചാരിച്ചിരിക്കുന്നേ. നീ സ്വാമിയെ പേടിച്ച് ഓടി ഒളിച്ചു എന്നും പോലീസ് റെക്കോർഡിലുണ്ടാവണം. ഇവരേതാ? 2 പേരും പ്രേമിച്ചിരിക്കുക. ചെറുക്കനും പെണ്ണും വേറെ വേറെ ജാതിയുവാ. പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ വളരെ എതിർപ്പിലുവാ. എന്ത് ചെയ്യണമെന്നറിയാതെ 2 പേരും ഇങ്ങോട്ട് ഓടി വന്നിരിക്കുക കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് വിചാരണ നടത്തുക സാറേ. ചേട്ടാ, ചേട്ടന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനില്ല, പോയി നോക്ക്. എന്തുകൊണ്ടാണ് നീ പറയുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, 2 പേര് ഇഷ്ടത്തിലുമാണ്, ഒരു മേജറുമാണ്. ശല്യം ചെയ്യാതെ മര്യാദയ്ക്ക് പൊക്കോണം. പോലീസ് വേണ്ടുമ്പോളെ നിന്റെ മോൾ ഇതുപോലെ ഇറങ്ങിപ്പോയാൽ നീ വെറുതെ ഇരിക്കോടി. എടാ മുരുകേശാ, നീ കൂടുതൽ സംസാരിക്കണ്ട കേട്ടോ. കുറച്ച് മര്യാദ സംസാരിക്കണം. കോൺസ്റ്റബിളെ വാടച്ചിരുന്നോ? ഞാൻ വിചാരിച്ചാൽ പോലീസ് സ്റ്റേഷൻ അടിച്ച് പൊളിച്ച് കത്തിയാൻ പറ്റും. കാണണമെന്ന് പോയവരെ പിടിച്ചോണ്ട് പോകാം. അയ്യോ, ആ കള്ളത്തമാണി അടിച്ച് പൊക്കെടുത്തോടാ. തനിക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടാണോ താൻ
പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണം ഇതുവരെ പഠിച്ചിട്ടില്ല. വലിയവരോട് എങ്ങനെ സംസാരിക്കണം നിന്റെ തന്തയെ പഠിപ്പിച്ചിട്ട്. ഇവരൊക്കെ ആരാടാ? പോലീസ് കോൺസ്റ്റബിൾ. ഇവരെങ്ങനെയാണ് വിളിക്കണ്ടേ? സബ് ഇൻസ്പെക്ടർ. കല്യാണം കഴിച്ച പെണ്ണാണെങ്കിൽ പോലും വാടി പൊടി എന്ന് വിളിക്കാൻ പാടില്ല. വളരെ ബഹുമാനത്തോടെ വിളിച്ചോണം. നിങ്ങൾക്കാർക്ക് നാണമില്ലേ? ഇപ്പോഴും ജാതി മതം പറഞ്ഞോണ്ടിരിക്കാൻ എത്ര മോശമാണെന്നറിയോ? പണ്ട് കാലത്ത് മേലാളന്മാര് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അമ്പലത്തിൽ കയറാൻ പാടില്ല, മാറത്ത് തുണിയിടാൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ട് ഇപ്പൊ അതേ തെറ്റ് നിങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണോ? അവരാ തെറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. നിങ്ങൾക്ക് വാ. ഈ നിമിഷം വേണമെങ്കിൽ ഇവരുടെ കല്യാണം എനിക്ക് ഇവിടെ വെച്ച് നടത്തി കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പൊയ്ക്കോളൂ, ചെന്നോളൂ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മകളെ മനസ്സിലാക്കി ഈ കല്യാണം വേഗം നടത്തി കൊടുക്കാൻ നോക്കും. അഥവാ ഇതിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിന്നാ തൽക്കാലം ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. വരണം സർ. 4 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് 5:30 മണിക്ക് എത്തിയല്ലോ. അതല്ല എന്റെ മുളക് പൊടി. ആയക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഡിലേ. നമ്മളെ കാണാൻ വേണ്ടി തിരുനെൽവേലിയിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഹലോ സർ. അയ്യോ, എനിക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് സർ. ഞങ്ങളെല്ലാരും IAS എക്സാം എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവാ. നാളെ ലാസ്റ്റ് ഡേറ്റ്. ഞങ്ങൾ ഭുവനയോട് ഒന്ന് ചോദിച്ചപ്പോ അവള് വേണ്ടെന്നാണല്ലോ പറയുന്നത്. എന്താ മനസ്സിലായില്ല? അവൾക്കും കളക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞോണ്ട് ഇപ്പൊ അതൊന്നും വേണ്ടെന്ന് അവള് പറയുന്നത്. ഇതെന്താ നീ എന്നോട് പറയാഞ്ഞത്? അതല്ല, എന്നുവെച്ചാ നിങ്ങളോട് പറഞ്ഞാല് നിങ്ങക്ക് ഇഷ്ടപ്പെടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ. നിനക്ക് IAS ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയാൻ ഞാൻ അത്രയ്ക്ക് മോശം ഹസ്ബൻഡാണോ? നീ സിവിൽ സർവീസിന് ചേരുന്നു. അതിനുള്ള ആപ്ലിക്കേഷൻ അവളുടെ കയ്യില. എന്നാ വേഗം ചെന്ന് എടുത്തുണ്ടോ? വളരെ താങ്ക്സ് കേട്ടാ. ഓക്കെ മാമി. മുളകൊടി ഇവളുടെ ഒരു കാര്യം. എന്താ ഭാര്യ എങ്ങനെയൊക്കെ വിളിക്കുന്നേ? ഹേയ്, ദേഷ്യവും സ്നേഹവും ഒക്കെ തോന്നുമ്പോ ഞാൻ അവളെ എങ്ങനെ വിളിക്കാം? വർഷം 1 കഴിഞ്ഞു. ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരമില്ല. അത് പിന്നെ ചേട്ടായില്ലേ, കൊളംബോയിലുള്ള 2ാമത്തെ ഭാര്യ വീട്ടിലായിരിക്കണം പോയിരിക്കുക. അത് പോട്ടെ, ആ പെണ്ണുമ്പിള്ളക്ക് പിള്ളേരാരെങ്കിലും ഉണ്ടോ? 3 ആമ്പിള്ളേരാ. മഹേന്ദ്ര ശിവൻ ഒരുത്തൻ, ദേവേന്ദ്ര ശിവൻ ഒരുത്തൻ, രാവണ ശിവൻ എന്ന് മറ്റൊരുത്തനും. എന്താടാ നീ കളിയാക്കിയത്? എന്റെ അച്ഛൻ പേടിച്ചോടിപ്പോയവനാണെന്നോ? ഈ വായും കൊണ്ടല്ലടാ നീ പറഞ്ഞേ. അമ്മേ, അമ്മേ, എന്റെ അച്ഛൻ ഒരുത്തനെ കണ്ട് പേടിച്ചോടിയത് നാട് മുഴുവൻ കണ്ട് ചിരിക്കുന്നത് നിങ്ങളെല്ലാം നാണമില്ലാതെ ഇവിടെ നിന്ന് വലിച്ചു വരെ ചെന്നോണ്ടിരിക്കുകയാണല്ലേ? എനിക്കിപ്പം മറുപടി വേണം. എന്റെ അച്ഛൻ എന്താ പേടിച്ചോടി നാട് വിട്ടതാണോ? നിന്റെ അച്ഛൻ അങ്ങനെ പേടിച്ചു പോകുന്ന ആളല്ല. അദ്ദേഹം മഹാവീരനാണ്. ആരെ കണ്ണും ഭയക്കാൻ പാടില്ല. നമ്മുടെ 2 കണ്ണ് നഷ്ടപ്പെട്ടാലും എതിരാളിയുടെ 1 കണ്ണെങ്കിലും നഷ്ടപ്പെടണം. കേട്ടോ നീ? എന്റെ അച്ഛൻ എന്താ പറ്റിയെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയണം. രാവണ, പ്രശ്നം വെച്ച് നോക്കിയപ്പോ അരുതാത്തത് എന്തൊക്കെയോ കാണുന്നു, വേണ്ടാത്തത് എന്തൊക്കെയോ നടക്കുന്നു. മോൻ എത്രയും പെട്ടെന്ന് തിരുനെൽവേലിക്ക് പോകണം. ശരി അമ്മേ.